അപ്പോൾ SIR ഉൾപ്പെട്ട പരാതികളല്ലാതെ കൂടുതൽ പരാതികൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. അതായത് 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാ ബന്ധുക്കളുടെയും വിവരങ്ങൾ BLO ആപ്പിൽ എൻ്റർ ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് പരാതി. പിതാവ്, മാതാവ്, മുത്തച്ഛൻ, മുത്തശ്ശി എന്നിവരുടെ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ BLOമാർക്ക് എൻ്റർ ചെയ്യാൻ കഴിയുന്നത്. സഹോദരങ്ങൾ, മാതാപിതാക്കളുടെ സഹോദരങ്ങൾ എന്നിവരുടെ വിവരങ്ങൾ നൽകിയവരുടെ ഫോമുകൾ BLOമാർ മാറ്റിവെക്കുകയാണെന്നും ആളുകൾ പറയുന്നു. നേരത്തെ ഏതെങ്കിലും അടുത്ത ബന്ധുവിന്റെ വിവരങ്ങൾ നൽകിയാൽ മതി എന്നായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരുന്നത്. സാജിദ് അജ്മൽ വിശദാംശങ്ങളുമായി ചേരുന്നു. സാജിദ്, ഇതൊരു ടെക്നിക്കൽ എറർ ആണോ അതോ നമ്മൾ നേരത്തെ പറഞ്ഞ ആളുകളല്ലാത്ത, അതായത് അടുത്ത ബന്ധുക്കളല്ലാത്തവരുടെ ഡാറ്റാസ് ഇതിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെയാണോ അതിൻ്റെ ഒരു ഘടന? 2002 വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത ആളുകൾക്ക് ഫില്ല് ചെയ്യാനുള്ള കോളമാണിത്. ഇവിടെ ഈ മുൻ കോളത്തിൽ അവസാന SIRൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറുടെ ബന്ധുവിന്റെ വിശദാംശങ്ങൾ എന്നാണ് ഉള്ളത്. തുടർന്ന് പേര്, അവരുടെ എപ്പിക് നമ്പർ, ബന്ധുവിന്റെ പേര് തുടങ്ങിയവയാണ് ഉള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പറഞ്ഞിരുന്നത് ഈ 2002 വോട്ടർ പട്ടികയിലുള്ള ഏതെങ്കിലും ബന്ധു, അത് പിതാവ്, മാതാവ്, മുത്തച്ഛൻ, മുത്തശ്ശി, ഇത് കൂടാതെ സഹോദരങ്ങൾ, പിതാവിൻ്റെയും മാതാവിൻ്റെയും സഹോദരങ്ങൾ എന്നെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ BLOമാർ ഇത് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇതൊന്നും തന്നെയില്ല. പിതാവ്, മാതാവ്, മുത്തച്ഛൻ, മുത്തശ്ശി എന്നിവരുടെ പേരുകൾ മാത്രമാണ് ഉള്ളത്. എന്നോടൊപ്പം ഈ കോങ്ങാട്ടെ BLO ആണ് ഉള്ളത്. ഇത് അവർക്ക് ഉള്ള ഫോമാണ്. അതിൽ സെലക്ട് ഇലക്ട്രൽ റിലേഷൻഷിപ്പ് വിത്ത് റിലേറ്റീവ് ഡീറ്റെയിൽസ് എന്നുള്ളവിടെ സെലക്ട് റിലേറ്റീവ് ടൈപ്പ് എന്നുള്ളവിടെ ഫാദർ, മദർ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ എന്നിവരാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒക്കെ അറിയിച്ചിരുന്നത്, നിങ്ങൾ അടക്കമുള്ള BLOമാർ പറഞ്ഞിരുന്നത് നിങ്ങളുടെ ഏതെങ്കിലും ബന്ധു എന്നുള്ളതാണ്. അത് അമ്മാവൻ എല്ലാം പറഞ്ഞിരുന്നു. അമ്മാവൻ, അമ്മായി, അതേമാതിരി സഹോദരന്മാരുടെ എല്ലാവരും സഹോദരി. പിന്നെ അതേമാതിരി ഇപ്പോൾ രണ്ടാമത് ഞങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ക്ലാസ് നടന്നു. ആ ക്ലാസ്സിൽ വന്നിട്ട് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഞങ്ങൾക്ക് കിട്ടുന്നതിൽ ഇപ്പോൾ ഫാദർ, മദർ, ഗ്രാൻഡ് ഫാദർ, ആദ്യം എന്ത് പറഞ്ഞു അത് മാത്രമേ ഇതിലുള്ളൂ. വേറെ ഒന്നും ഇതിലില്ല. അതായത് ഇപ്പോൾ അച്ഛൻ, അമ്മ, മുത്തച്ഛൻ, മുത്തശ്ശി ഇവരുടെ അല്ലാതെ വേറെ ഒന്നും കയറ്റാൻ പറ്റുന്നില്ല. കയറ്റാൻ പറ്റുന്നത് നമുക്ക് എന്താ പറയുക, ബ്ലഡ് റിലേഷൻ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഈ 4 ആളുടെ പെട്ടാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുന്നുള്ളൂ. സഹോദരനൊക്കെ ബ്ലഡ് റിലേഷൻ ആണല്ലോ സ്വാഭാവികം. പക്ഷെ അത് ചെയ്യാൻ ഇതിൽ ഓപ്ഷൻ ഇല്ല. അതായത് നിങ്ങൾക്ക് ഇതിൽ ടൈപ്പ് ചെയ്ത് കയറ്റുമല്ല, പകരം ഇതിൽ തന്നെയുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്യാണ്. വേറെ ഒന്നും വഴിയില്ല. ഈ ഒരു 4 ഓപ്ഷൻ അല്ലാതെ വേറൊരു ഓപ്ഷനും ഇതിലില്ല. അപ്പോൾ നിരവധി ആളുകൾ ഇപ്പോൾ മൂത്ത സഹോദരങ്ങളോ സഹോദരിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഫില്ല് ചെയ്യുമല്ലോ. അങ്ങനത്തെ ആളുകളൊക്കെ എന്താ ചെയ്യുന്നു? ഇപ്പോൾ അവരുടെ ഇപ്പം ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം ഇപ്പോൾ നിലവിൽ 2002 പട്ടികയിലുള്ളവരെ മാത്രം കയറ്റി വിടുന്നുണ്ട്. പിന്നെ ഉള്ളത് എന്തെങ്കിലും ഇതിൽ റിലേഷൻ, ഇപ്പോൾ അമ്മ, അച്ഛൻ എന്നുള്ള പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ വന്നിട്ടുള്ള ഓപ്ഷൻ വരുന്നവരെ അതിൽ കയറ്റി വിടുന്നുണ്ട്. വേറെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ബാക്കിയുള്ള ഫോംസ് മാറ്റി വെച്ചിരിക്കുകയാണ്. എനിക്കിപ്പോൾ ഒരു 350 മേലെ ഫോംസ് കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ആകെ ഒരു 150 എണ്ണറ്റേ കയറിയിട്ടുള്ളൂ. ഇപ്പോൾ ഇതിൽ ഒരു വേറെന്തെങ്കിലും ഓപ്ഷൻ ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. കാരണം 23-ാം തീയതി വരെ ഞായറാഴ്ച വരെ സ്കൂളിലെ ബൂത്തുകളിൽ ഇരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ദിവസവും 10 മണി മുതൽ 5 മണി വരെ അവിടെ ഇരിക്കുന്നു. ബാക്കി സമയം ഇവിടെ വന്ന് ഇവിടെയുള്ള ആൾക്കാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് ഞങ്ങൾ എൻ്റെ വീട്ടിൽ ഞാൻ 9 മണി വരെ ചെയ്യുന്നു. രാവിലെ 3 മണിക്കാണ് എണീച്ചിട്ടാണ് ഈ പതെല്ലാം പ്രസ് ചെയ്യുന്നത്. അതുവരയ്ക്കുള്ള എല്ലാം സൈറ്റ് ബിസിയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൽ ഈ മുൻ കോളത്തിൽ എന്ന് പറഞ്ഞ് നൽകി അവിടെ നേരത്തെ തന്നെ ഒരു ബ്രാക്കറ്റ് ഇട്ട് അച്ഛൻ, അമ്മ, മുത്തച്ഛൻ, മുത്തശ്ശി എന്ന് രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ ആളുകൾക്ക് ഇത്രമാത്രം പ്രയാസം നേരിടേണ്ടി വരില്ലായിരുന്നു. ഇത് ഒരു നിർദ്ദേശവും നൽകാതെ ആരുടെ വേണമെങ്കിലും, അതായത് 2002 വോട്ടർ പട്ടികയിലുള്ള അടുത്ത ബന്ധുക്കളുടെ സഹോദരങ്ങൾ, അമ്മാവൻ, അമ്മായി അടക്കമുള്ള ആളുകളുടെ നൽകാം എന്ന് പറയുകയും അങ്ങനെ നൽകിയ ആളുകൾക്ക് ഇപ്പോൾ വോട്ടർ പട്ടികയിൽ എൻട്രി ചെയ്യാൻ കഴിയാത്ത ഒരു വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. BLOമാർ നിലവിൽ ഇത്തരം ആളുകളുടെ, അതായത് അച്ഛനമ്മ, മുത്തച്ഛൻ, മുത്തശ്ശി ഒഴികെയുള്ള ആളുകളുടെ 2002 വിവരങ്ങൾ നൽകിയ ആളുകളുടെ മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. അത് പിന്നീട് എന്തെങ്കിലും ചെയ്യാമെന്നാണ് പറയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ അടിയന്തരമായി ഒന്നില്ലെങ്കിൽ ഈ ടൈപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് ഈ ഓപ്ഷൻ മാറ്റണം, ഇല്ലെങ്കിൽ കൂടുതൽ ഓപ്ഷൻ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഈ ആളുകൾ വലിയ പ്രതിസന്ധി നേരിടും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം,
എങ്കിലും ഈ 2002 വോട്ടർ പട്ടികയുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ആളുകളെല്ലാം തന്നെ ഹിയറിംഗിന് ഹാജരാകേണ്ടി വരും. ആ ഹിയറിംഗിന് അവരുടെ രേഖകളുമായി പോയി നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ വിവരങ്ങൾ നൽകുന്നതിൽ വന്ന വീഴ്ചയാണ് ഇത്രയധികം പ്രതിസന്ധിക്ക് കാരണം.